ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ദാ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം തുടങ്ങാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ കാലി ചായ കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ കുറച്ച് ആട്ടപ്പൊടി, ഞാൻ പാക്കറ്റ് പൊടി വാങ്ങിച്ചതാണ് കേട്ടോ ആശീർവാദിൻ്റെ. അപ്പോൾ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉപ്പൊന്ന് മിക്സ് ആയതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. നല്ല ടൈറ്റിലാണ് ഞാൻ കുഴക്കണത്. ഇത് ഞാൻ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാനിന്ന് പൂരിയാണ് ആക്കുന്നത്. അപ്പോൾ അത് നല്ല ടൈറ്റിൽ കുഴച്ചെടുക്കുകയാണ്. പൂരിക്ക് കുഴക്കുന്ന സമയത്ത് എപ്പോഴും നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. അതേപോലെ തന്നെ ചപ്പാത്തിക്കാണ് കുഴക്കണമെങ്കിൽ നല്ല ലൂസായിട്ടുമാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നല്ല ഹാർഡായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ചട്ടി വെച്ചെടുക്കുന്നുണ്ട് അടുപ്പത്തേക്ക്. ചട്ടി ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ ഒരു 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഉച്ചക്കത്തേക്കുള്ളതും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അതാ ഒരു ഉള്ളി, ഒരു മീഡിയം സൈസുള്ള ഒരു ചെറിയ ഉള്ളി, മീഡിയം സൈസ് എന്ന് പറഞ്ഞുകൂടാ, ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഉള്ളി ഒന്ന് നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ് ഇട്ടത്. അപ്പോൾ ഒരു തക്കാളിയാണ്, ഒരു മീഡിയം സൈസിലുള്ള ഒരു അത്യാവശ്യം ഇവിടുത്തെ കുറച്ച് വലുതെന്ന് തന്നെ പറയാം, ആ ഒരു സൈസിലുള്ള തക്കാളി ഞാൻ അരച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവുമായിരിക്കും, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു തക്കാളിയിലുള്ള വെള്ളമില്ലേ, അത് മുഴുവനൊന്ന് വറ്റി കിട്ടണം. ഞാനൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിലായി, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒന്നര ഇട്ട് പിന്നെ ഒരു അരയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി വേണം കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടി പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, ഒരു അര സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉലുവൻ്റെ പൊടിയാണ്, അതൊരു അര ടീസ്പൂൺ മതി കേട്ടോ. ഉലുവൻ്റെ പൊടി കൂടിക്കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും. അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവൻ്റെ പൊടിയും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചെറിയ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതിന് ശേഷം ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞെടുത്തതാണ്, അതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള ചാറാണിത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എത്ര ലൂസാക്കണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യുക. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്ത് ഇത് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയിട്ട്, ഞാൻ ഒരുപാട് കട്ടിയുള്ള കറിയല്ല, ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല, അതിൻ്റെയൊക്കെ ഒരു മിഡിലിൽ നിൽക്കുന്ന ഒരു ടൈപ്പിലുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇന്ന് ഇടുന്ന മീൻ എന്ന് പറയുന്നത് അയില, ഞാൻ പൊരിക്കാൻ വേണ്ടി ഉച്ചക്കത്തേക്ക് വെച്ചതാണ്. ഇതിപ്പോൾ ചെറിയ ഇവിടെ വടകര പറയുക ഇതിന് നങ്ക് എന്നാണ് കേട്ടോ. നമ്മൾ കോഴിക്കോട് പറയുക ചെറിയ മാന്ത എന്ന് പറയും. ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും അല്ലേ, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഇടുന്നത്. ഞാൻ നേരത്തെ കുഞ്ഞമ്മത്തി ഇഷ്ടമെന്ന് പറഞ്ഞ പോലെ ഇതും എൻ്റെ ഒരു ഫേവററ്റ് മീനാണ് കേട്ടോ, ചെറിയ മാന്ത. നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ മുളക് ഇട്ടാലും അതേപോലെ തന്നെ ഉച്ചക്ക് പൊരിച്ചാലും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനെ ഈ ഒരു മുളകിട്ടതാണ്, നങ്ക് മുളകിട്ടെന്ന് ഇവിടെ പറയും. നല്ല ടേസ്റ്റാണിത്. ഇത് പിന്നെ വറ്റിച്ച് എടുക്കാനൊന്നും പറ്റൂല, കാരണം പെട്ടെന്ന് വേവണ മീനാണ് കേട്ടോ. നമ്മൾ സാൽമണിനെ കൊണ്ടൊക്കെ പറയുന്ന പോലെ എന്താ പറയുക, പെട്ടെന്ന് ഒരു തിള വരുമ്പോഴത്തേക്ക് തന്നെ വെന്ത് കിട്ടുന്ന മീനാണിത്. അപ്പോൾ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കേണ്ട ആ ഒരു ഇതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ ഒരു കറിയിലേക്ക് മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് മതി കേട്ടോ, ഒറ്റ മിനിറ്റ്. ഇപ്പോൾ 1 മിനിറ്റ് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികം തിളച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ മീൻ പൊടിഞ്ഞു പോകും, പിന്നെ മുള്ള് വേറെയും വേറെ ഒക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മളെ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാസ്തക്കുള്ള പൂരി പൊരിക്കാൻ വേണ്ടി ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പൂരി ഒന്ന് പരത്തി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഒന്നും കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ നല്ല ഹാർഡായിട്ട് കുഴച്ച് വെച്ചതാണ്. എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നോളും. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള പൂരിയാണോ വേണ്ടി ആ വലുപ്പത്തിനനുസരിച്ച് ഉരുളാക്കി എടുക്കാം. ഞാൻ എൻ്റെ അടുത്തപ്പോൾ ചെറിയ ചീനച്ചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വലുപ്പത്തിൽ എടുക്കുന്നില്ല, ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതിങ്ങനെ ഉരുട്ടി വെക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എല്ലാം ഇതേപോലെ ഒന്ന് ഉരുട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കുക, ബാക്കി അവിടെ കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. ഒന്ന് പൊടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം.
ഞാനിപ്പോൾ നല്ല നേരിയതായിട്ട് തന്നെയാണ് പരത്തുന്നത്, അധികം തടിയിലൊന്നും പരത്തുന്നില്ല. അപ്പോൾ അത് എത്ര വട്ടത്തിൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഫസ്റ്റത്തെ പൂരി ഇവിടെ പരത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് അതിലേക്ക് നമ്മൾ ഓരോ പൂരി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് പൊള്ളി വന്നു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. ചൂടോടുകൂടി തിന്നാൻ രാവിലെ പൂരി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ലിയാനൊക്കെ ഇഷ്ടമാണ്. ലിയാനൊക്കെ ചപ്പാത്തി ഹോസ്റ്റലിൽ നിന്നൊക്കെ തിന്ന് മടുത്തെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ വേഗം പൂരിയാണ് ആക്കൽ. ചപ്പാത്തി ആകുമ്പോൾ ഒക്കെ തിന്നാനൊരു മടിയാണ്. അപ്പോൾ പൂരി ഫസ്റ്റത്തേതായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ രണ്ടാമത്തെ ഇട്ട് കൊടുത്താണ്. പിന്നെ ഇവിടെ എൻ്റെ ഉമ്മയുണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ നിൽക്കാൻ വന്ന എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടുകൂടലൊക്കെ കഴിഞ്ഞു. മാഷാ അതെല്ലാം അടിപൊളിയായിട്ട് റാഹത്തായിട്ട് കഴിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പൂരിയൊക്കെ ഞാനെല്ലാം ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ടുള്ള പഫി ആയിട്ടുള്ള നല്ല ഗോതമ്പ് പൂരി എന്ന് പറയാം, ആട്ടപ്പൊടി വെച്ചിട്ടാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഇത് നാസ്ത കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറി ഞാൻ പറഞ്ഞാൽ അധികം തിളപ്പിച്ച് ഇങ്ങനെ ആ ഒരു മീനിനെ ഉടച്ചെടുക്കരുത്. അങ്ങനെ ഉടച്ചു കഴിഞ്ഞാൽ തിന്നുന്ന സമയത്തൊക്കെ ഈ മുള്ള് മാത്രമാണ് വരിക. പെട്ടെന്ന് കലങ്ങി പോണ മീനാണിത്. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ആ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ്. ഇതാണ് ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. പൂരിയും സിമ്പിളായിട്ടുള്ള ഒരു മീൻ മുളകിട്ടതും മാന്ത മുളകിട്ടത് കേട്ടോ. മാന്ത ചെറുതും വലുതും ഉണ്ട്. വലുതും നല്ല ടേസ്റ്റാണ്. വലുത് പിന്നെ കറി വെക്കുന്നതിനെക്കാട്ടിലും പൊരിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ ലഞ്ചാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് ഞാൻ ആലോചിച്ചപ്പോൾ നമുക്ക് നമ്മളെ പറമ്പിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ചാൻസാണ്. ഇങ്ങനെ വരുന്ന സമയത്തെല്ലാം നമുക്ക് എന്താ പറയുക, വളമൊന്നും ഇടാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ പറമ്പിൽ മൊത്തം ഇങ്ങനെ ചേമ്പാണ് കണ്ടത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ചേമ്പിൻ താള് വെച്ചിട്ട് ഒരു വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ താളെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇളയത് ഏറ്റവും ഉള്ളിലുള്ള അതാണ് എടുക്കുക കേട്ടോ. അപ്പോൾ അതായി ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ അധികം ഒന്നും വേണ്ടല്ലോ, അധികം ആളൊന്നും കഴിക്കാനില്ല. അപ്പോൾ ഒരൊറ്റ ഒന്നേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങൻ്റെ ഇലയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു മുരിങ്ങൻ്റെ മരമാണ്. ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് മുറിച്ച് ഇതും മുറിച്ചിട്ടോ. ഇതും നമുക്ക് അപ്പുറത്തുള്ള ആൾക്കാരെ വീടിൻ്റെ മേലേക്കാകുന്നതെന്ന് പറഞ്ഞിട്ട് അതും മുറിച്ച് കൊടുത്തു. പക്ഷേ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി ഉണ്ടാകുന്നതാണിത്. അപ്പോൾ അത് അങ്ങനത്തെ ഒന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് ഞാനൊരു വറവുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് രണ്ടും. പിന്നെ നമുക്ക് അയില പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പച്ചക്കുരുമുളക് അരച്ചിട്ടാണ് ഒരു മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 തണ്ട് ഞാൻ കുരുമുളകും പറിക്കുന്നുണ്ട് കേട്ടോ, പച്ച. നല്ല ടേസ്റ്റാണ് പച്ചക്കുരുമുളക് അരച്ചിട്ട് മസാല ഉണ്ടാക്കിയിട്ട് നമ്മൾ ഏത് മീനും ഫ്രൈ ആക്കാൻ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പച്ചക്കുരുമുളക് വെച്ചിട്ട് നമ്മൾ മത്തിയൊക്കെ വറ്റിച്ചതൊക്കെ ഉണ്ടാക്കും. പച്ചക്കുരുമുളക് അതുപോലെ നെല്ലിക്ക രണ്ടും കൂടെ, ഉണക്ക നെല്ലിക്ക വാങ്ങാൻ കിട്ടും. അപ്പോൾ അതും പച്ചക്കുരുമുളകും കൂടെ അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു കറിയുണ്ട്, നല്ല ടേസ്റ്റാണ്, മത്തി വറ്റിച്ചത്. അപ്പോൾ ഇന്നത്തെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് പോവുകയാണ്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ഇനിയിപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു മുരിങ്ങൻ്റെ ഇല ഒന്ന് അടർത്തിയെടുക്കുകയാണ്, ഇലകളൊക്കെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ പറിച്ചെടുത്ത ഉടനെ തന്നെ ആയതുകൊണ്ട് ഇത് ഇല തൊയ്യൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. നമ്മളത് ഒരു ദിവസം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇല പെട്ടെന്ന് അങ്ങ് വാടിപ്പോവും. നമ്മൾ ഗൾഫിലൊക്കെ അങ്ങനെയാണ് ചെയ്യുക, നമുക്ക് കുറച്ച് പഴയതാണ് കിട്ടുക, ഇത്ര ഫ്രഷ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് നുള്ളിയിടുന്നുണ്ട്. ചെറിയ തണ്ടൊന്നും ഞാൻ ഒഴിവാക്കണില്ല കേട്ടോ. അങ്ങനെ ഓരോരോ ഇലകളായിട്ടെല്ലാം എടുക്കുന്നത്, ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ തണ്ടൊക്കെ അതിൽ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനത് മൊത്തം എടുത്തിട്ടുണ്ട്. ഇത്രയും ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് അരിപ്പയിലിട്ടിട്ട് കഴുകി വെക്കണം. ഇനിയിപ്പോൾ അടുത്തത് ചേമ്പിൻ താള് എങ്ങനെയാണ് ക്ലീൻ ആക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ അറിയുന്നവരായിരിക്കും, എല്ലാവരും ഉണ്ടാക്കുന്നവരും ആയിരിക്കും. എന്നാൽ ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് രണ്ടായിട്ട് മുറിക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ഇളയത് നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം, എല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായി പോകും. ഇനി ഇതിൻ്റെ പുറംഭാഗത കത്തി കൊണ്ട് നമ്മൾ മുരിങ്ങക്കായൊക്കെ ചെയ്യണ പോലെ ഇതിൻ്റെ ആ ഒരു പുറംഭാഗത്തുള്ള ആ ഒരു നാരില്ല, അത് മുഴുവനായിട്ട് കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ അടർത്തിയെടുക്കണം. ഈസിയാണ്, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അതിന് ശേഷം ഞാനത് ചെറിയ ചെറിയ പീസായിട്ട് ഒന്ന് നമുക്ക് വറവുണ്ടാക്കാനാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം പിഴിഞ്ഞ് വെള്ളം പോക്കിയെടുക്കണം കേട്ടോ. ഇതിൽ വെള്ളത്തിലിടുമ്പോൾ പെട്ടെന്ന് വെള്ളം കുടിക്കും, ഒന്ന് പിഴിഞ്ഞ് വെക്കുക. ഇനിയിപ്പോൾ അടുത്തത് ഞാനൊരു തേങ്ങ അരച്ച കറി വേണമല്ലോ നമുക്ക് ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ തൂരപ്പരിപ്പ് ഒരു 2 കൈപ്പിടി തൂരപ്പരിപ്പ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി കൊണ്ടുവരണേ. അപ്പോൾ ഞാൻ 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് ഊറ്റി കൊണ്ടുവന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു ചെറിയ പടവലാണ് കേട്ടോ. പടവലം എന്ന് പറഞ്ഞ സാധനമാണിത്, ചെറിയ സൈസുള്ള ഒന്ന്. ഇനി അതിലേക്കും കുറച്ച് ഒരു അരമുറി ഉള്ളി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി എടുത്തതാണ് കേട്ടോ, ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചതാണ്.
ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടി കുറച്ച് മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി. ഇനിയിപ്പോൾ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്താണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ എല്ലാം കൂടെ കുക്കറിലിട്ടിട്ട് ഒന്നിച്ച് ഒരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുത്താൽ കറക്റ്റ് പാകത്തിലായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഞാനത് മൂടി വെച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഒഴിച്ച് കറി എന്ന് പറയാൻ പറ്റില്ല, അതിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് തന്നെ ഞാൻ ചോറിനും ഇട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് നോക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്താണ്. ഇതിനി നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. ഞാൻ കവർ ചെയ്യാണ്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ, മൂടിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് മസാല തേക്കാനുള്ള, നമുക്ക് അയില മീനിലേക്ക് മസാല തേക്കാൻ വേണ്ടി നേരത്തെ എടുത്ത ആ ഒരു കുരുമുളക് ഒന്ന് കഴുകി കൊണ്ടുവന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. ഇതിലിങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് കയ്യിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകവും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ചതക്കിയെടുത്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പം പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ പെരിഞ്ജീരകം ചേർക്കണില്ല. അപ്പോൾ അത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കുരുമുളകും അതേപോലെ തന്നെ കറിവേപ്പിലേ, അത് രണ്ടും കൂടെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ ഒരു അരച്ച ഇടികല്ലില്ലേ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കുകയും വേണം കേട്ടോ. അതിലെന്തായാലും കുറച്ച് അവിടെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് വെള്ളം ഞാൻ അതിലേക്ക് വെച്ചിട്ട് അന്ന് കഴുകിയിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു കുരുമുളകിൻ്റെ മൊത്തത്തിൽ നമുക്ക് വന്നോളൂ. ഇനിയിപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ. ഈ ഒരു പെരിഞ്ജീരകത്തിൻ്റെ പൊടി നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അരച്ച് ചേർത്താലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തോണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ മീനിലേക്ക് തേക്കാനുള്ള മസാല കേട്ടോ. അപ്പോൾ ഞാൻ മീൻ നല്ല ഫ്രഷായിട്ട് കഴുകി കൊണ്ടുവന്നതാണ്. അതിലേക്ക് നമ്മൾ ഈ ഒരു മസാല തേച്ച് കൊടുക്കുക. ഏത് മീനിലും ചെയ്യട്ടോ, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ മാറ്റി വെക്കുകയാണ്. വറവ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ മീൻ പൊരിച്ചെടുക്കുന്നത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. മീനായതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരുപാട് സമയമൊന്നും മാറ്റിയൊന്നും വെക്കണ്ട, കുറഞ്ഞ സമയം, ഒരു 5 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. ഇനി തീരെ കട്ടിയില്ലാത്ത ചെറിയ മീനൊക്കെ ആണെങ്കിൽ 5 മിനിറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിതവിടെ മാറ്റി വെക്കുകയാണ്. ഇനി വറവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അടുപ്പത്തേക്ക് ഞാൻ ഇനി വേറൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടട്ടെ, മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കടുകൊന്ന് പൊട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കറിവേപ്പിലയോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ വേറെ ഒന്നും ചേർക്കണില്ല. ഒരു അരമുറി ഉള്ളിയും അതേപോലെ തന്നെ 2 പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തത്. ചെറിയ ഉള്ളിൻ്റെ അരമുറിയാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാണ്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് താള് ഇട്ട് കൊടുക്കുക. ചേമ്പും താള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കണില്ല. ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇത് വേവുന്ന സമയത്തൊന്ന് ചുരുങ്ങി വരും. അതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ചെറിയ തീയാക്കി വെച്ചിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് വേവുന്ന സാധനമാണ്, ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ ഞാൻ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തോണ്ട് ഇനി ഇത് കവർ ചെയ്തിട്ട് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് നേരം വേവട്ടെ. അപ്പോൾ തീ ഞാൻ കാണിച്ചു തരാണ്ടില്ല, ചെറിയ സിമ്മിലാണുള്ളത്. ഇനിയിപ്പോൾ അത് ഞാൻ അവിടെ വെക്കുമ്പോഴത്തേക്ക് എൻ്റെ ഉമ്മ പറമ്പ് നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് ഒരു മരട് ചേമ്പ് മാന്തി കൊണ്ടുവന്നാണ് കേട്ടത്. പക്ഷെ ഇത് ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. എനിക്കിപ്പം പെട്ടെന്ന് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കഴിഞ്ഞ ഉടനെ ഇറങ്ങുകയാണ്. ഇത് പുഴുങ്ങിയിട്ട് തേങ്ങാപ്പാലും പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ അത് മാന്തി കൊണ്ടുവന്നത്. ഞാനിപ്പോൾ ഇന്ന് ആക്കുന്നില്ല, ഇതവിടെ മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേമ്പ് അവിടെ മാറ്റി വെക്കട്ടെ. ഇനിയിപ്പോൾ നമ്മളെ താളിൻ്റെ വറവ് വെന്തോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് വരെ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കല്ല, ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്ന് വെന്തോന്ന് ചെക്ക് ചെയ്യുക. നന്നായിട്ട് വെന്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കഴുകി ഊറ്റി കൊണ്ടുവന്നിട്ടുള്ള മുരിങ്ങേൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇല നമ്മൾ വേവണ സമയത്ത് ചുരുങ്ങി പോയിട്ട് തീരെ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ മാറ്റി തീ ഓണാക്കിന് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇല ചൂടാകുന്നതിനനുസരിച്ച് ചുരുങ്ങി വരും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഒരു കൈപ്പിടി മതി കേട്ടോ, ഒരു 1/4 കപ്പൊക്കെ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ജീരകമൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ തേങ്ങയും ജീരകവും കൂടെ ഒന്ന് ഒതുക്കിയിട്ടൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്താണ്. ഇത് നമ്മളെ വറവ് ഇവിടെ റെഡി ആയിന് കേട്ടോ. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. താളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇളയത് നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് തിന്നാൽ പുതിയിടാത്ത ഉപ്പേരിയായിരിക്കും. നല്ല ടേസ്റ്റാണിത്. പിന്നെ ആണെങ്കിൽ ഭയങ്കര ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കൂടിയാണ്. സൂപ്പറാണ് കേട്ടോ. എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്, സൂപ്പറാണ്. മുരിങ്ങൻ്റെ ഇലയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതവിടെ ഇറക്കി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള 2 വിസിൽ വന്നേരം ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാണ് നമ്മളെ തേങ്ങ അരച്ച കറി. ഇപ്പോൾ നല്ല പാകത്തിൽ വെന്താണ്. ഇതിനൊന്ന് ഇളക്കി നോക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളെ പരിപ്പും ആ ഒരു പടവലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് തീ ഓണാക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒഴിക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം. നമ്മൾ ഉപ്പില്ലാണ്ടാണ് വേവിച്ചെടുത്തത്, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത്. ഇനിയിപ്പോൾ അത് ഒരു 1/2 കപ്പ് തേങ്ങ ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് അരച്ച് വെച്ചതാണ്. ആ അരച്ച തേങ്ങയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഒരു 1/2 കപ്പ് തേങ്ങ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് പിന്നെ ഇതിന് നമുക്കൊരു വറവിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിന് ഇറക്കി വെക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് വറവിടാൻ വേണ്ടി ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തോണേ. അതിലേക്കും ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് കറിവേപ്പിലയോ ഉണക്കമുളകോ എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒക്കെ ചേർക്കട്ടോ. ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല, ഇത് മാത്രമാണ് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആ ഒരു കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഞാനിത് ആ ഒരു തേങ്ങയിലെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ തേങ്ങ അരച്ച കറിയും ഇവിടെ റെഡിയാണ്. പെട്ടെന്ന് തന്നെ അത് മൂടി വെച്ച് കൊടുക്കട്ടെ. കുറച്ച് നേരം നിന്ന് അങ്ങനെ തന്നെ നിന്നോട്ടെ. ഇനിയിപ്പോൾ അടുത്തത് ആ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പച്ചക്കുരുമുളക് അരച്ചിട്ടുള്ള ആ ഒരു അയില മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു പച്ചക്കുരുമുളകിൻ്റെ ആ ഒരു മസാല ഈ വെളിച്ചെണ്ണയും കൂടെ ചേരുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്നൊരു സ്മെല്ലുണ്ടല്ലോ, വേറെ സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു മണം വരും. നമ്മൾ സാധാരണ ഒരു മുളകും മഞ്ഞളും ഒന്നും തേച്ചിട്ട് പൊരിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല, ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കുരുമുളകും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഈ ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അത് 2 ഭാഗവും ഞാൻ നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മളെ മീനും ഇവിടെ റെഡി ആയിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള അടുത്ത നമ്മളെ ഇതാണ് ലഞ്ച് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലഞ്ച് കഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അത്യാവശ്യമായിട്ട് പോകേണ്ടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ഞാൻ ഇന്ന് ഷൂട്ട് തുടങ്ങുമ്പോൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തെ ഫുള്ളും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വൈകുന്നേരത്തെ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചുമാണ് കാണിച്ചത്. സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ചേമ്പൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളേറ്റ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.